ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ദേവയും കൂടി നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. അച്ഛനും അമ്മയും ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഓണാഘോഷം. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസത്തിൻ്റെ അടുത്ത ദിവസമാണ് ഇത്. ഇതാണെങ്കിൽ ദേവിക്ക് നമുക്ക് പാടം കാണണമെന്ന് ഭയങ്കര, ഇവിടെ വന്ന് ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാനും ദേവയും കൂടെ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നു. വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കോളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും നോക്കിയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങ് പോയി. പക്ഷേ മഴയൊന്നും നനഞ്ഞതുമില്ല. ഞങ്ങൾ പകുതി വരെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഡോഗ് കണ്ടു. ഞങ്ങൾ എവിടെ ഇത് കണ്ടാലും ഞങ്ങൾ ഈ ഒരു ആളെ കാണുമ്പോഴത്തേക്ക് നിർത്തും. ഇതാണെങ്കിൽ സംസാരിക്കുന്ന ഡോഗാണ്. ഭയങ്കര പുരാണമായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും ആ ആൾ വായ അങ്ങ് അടച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല ചെള്ളയും കുഴിയൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയും ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ താറാവിൻ്റെ കൂട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ താറാവ് കൂട്ടം കണ്ടപ്പോൾ ദേവ് പറഞ്ഞു ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ വണ്ടി നിർത്തി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷമാണ് പിന്നെ പോയത്. പിന്നെ പോയപ്പോഴത്തേക്കും അവിടെ വലിയൊരു താറാവുകൂട്ടത്തിനെ കണ്ടു. അപ്പോൾ അവിടെയും വണ്ടി നിർത്തി. ദേവ കുറച്ച് നേരം നല്ല രസമാണ്, നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം ഓടിപ്പോയിട്ട് പിന്നെ ആളെ കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പിടിച്ച് പറിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. ആളെ പേടിപ്പിച്ചാൽ മതി, അപ്പോൾ ഓടി ആളിങ്ങി വരും. ഞാൻ പേടിപ്പിച്ചുകൊണ്ട് ആളിപ്പോൾ ഓടി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കുറച്ചുകൂടെ അങ്ങ് ദൂരെ പോയപ്പോഴത്തേക്കുമാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. നല്ല രസമാണ്. ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭംഗി കാണത്തില്ല കേട്ടോ. ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്ക് താറാവുകൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും അതിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് എങ്ങനെ കിടക്കുമെന്ന് ഒരു പിടിയുമില്ല. ആദ്യം ഞങ്ങൾ പാടത്തിൻ്റെ ആ വരമ്പിക്കൂടെ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയപ്പോഴത്തേക്കും അവിടെ ഒരു അച്ഛൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു വീടിൻ്റെ വാതിൽക്കൽ കൂടെ കയറി പോകുന്ന വഴിക്കാണ് ഇവനെ കണ്ടത്. ഇവനാണെങ്കിൽ നമ്മുടെ ദേവനെ ഒരു തരത്തിലും അങ്ങോട്ട് വിടത്തില്ല. ദേവയോട് എന്തോ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം നിന്നപ്പോഴത്തേക്കും ആ ചെറുക്കൻ വന്നിട്ട് ഞങ്ങൾ ആ പട്ടിക്കുട്ടിയെ മാറ്റി തന്നു. എന്നിട്ടാണ് ഞങ്ങൾ പോയി കണ്ടതാളെ. ആ താറാങ്കൂട്ടത്തിനെ കാണാൻ പോയതാണ്. ആ സമയത്തായിരുന്നു ആ പട്ടിക്കുട്ടി നമ്മളെ വിടാതിരുന്നത്. ദേവയോട് ഭയങ്കര എന്തോ ഒരു ഞെരുക്കം അത് തന്നെ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് താറാവിനെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തോന്നത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ദേവയുമായിട്ട് വരുന്നത് കേട്ടോ. ദേവ മാത്രമായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദേവയായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ദേവയ്ക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നതേ ഇല്ല. ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോലും അവൾക്ക് പോകാൻ താല്പര്യമില്ല. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കുറേ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ പൂ ഇഷ്ടംപോലെ പറമ്പിലൊക്കെ നിൽക്കുന്ന കാണാം. ആ പൂ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അത്ത വിടാമെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് വണ്ടി നിർപ്പിച്ച് അതും പിച്ച ആള്. അത്ത വിട്ടു വന്നിട്ട് അതും ഇല്ല, എല്ലാം പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മഴ വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഓടി. മഴ പെയ്തില്ല, നനഞ്ഞൊന്നും ഇല്ല കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടാണ് മഴ നന്നായിട്ട് പെയ്തത്. ദേവ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അച്ഛനവിടുന്ന് എപ്പോൾ ഉണ്ട്. അമ്മയാണെങ്കിൽ നല്ല ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ദേവടിക്ക് കൊണ്ട് ചെല്ലുവാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണമായിട്ട് ഇഞ്ചി അച്ചാർ, മാങ്ങാച്ചാർ, നാരങ്ങ അച്ചാർ എല്ലാം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ടേസ്റ്റൊക്കെ നോക്കി അടുക്കളയിലെ ഭാഗത്തോട്ടേ പിന്നെ പോയില്ല. നല്ല മണമായിരുന്നു. പിന്നെ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയും കുഞ്ഞാവയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ഇരുന്ന് TV കാണുമായിരുന്നു കേട്ടോ. മഴ അങ്ങ് പെയ്തു. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആണെങ്കിൽ അച്ഛൻ നമ്മുടെ ചൂരയും പിന്നെ നമ്മുടെ ഈ കിളിമീനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വരുന്ന ആ വഴിയാണ്. അങ്ങനെ അച്ഛന് ഡ്രസ്സ് ദേവിക്ക് തന്നെ കൊടുക്കണമെന്നും പറഞ്ഞ് ദേവ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നും പറഞ്ഞിട്ടല്ല പോയത്. അടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ അച്ഛന് ഡ്രസ്സും എടുത്തുകൊണ്ടാണ് വന്നത്. അച്ഛന് ഒരുപാട് സന്തോഷമായി. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഡ്രസ്സ് തന്നെ മേടിച്ചിട്ടുണ്ട്. ദേവയാണ് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അച്ഛൻ ഈ ഓറഞ്ച് കളർ വേണമെന്ന് പറയുമ്പോഴത്തേക്കും ദേവ ഓറഞ്ച് മോഡൽ കളറൊക്കെ, തനി ഓറഞ്ച് അല്ലെങ്കിലും ആ മോഡലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാണെങ്കിൽ ആ മുണ്ടാണെങ്കിൽ എല്ലാം വലിച്ചൂരി എടുത്ത് കളയുന്നുണ്ടായിരുന്നു.
കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പാപ്പൻ ഇതൊന്നും ഇട്ടിട്ട് വന്നേ എന്ന് കാണട്ടെന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് അത് ഇടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. ദക്ഷ ഇവിടെ ഇരിപ്പുണ്ട്, ദേ അനങ്ങാതെ മാറി ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പാക്കുട്ടിയെ പോലെ ഇരിക്കുന്ന കണ്ടോ, പാവമാട്ടോ ആള്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആ ഡ്രസ്സ് പോയിട്ടുണ്ട് വന്നു കേട്ടോ. അച്ഛൻ ഇടുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പിന്നെ പോയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നിന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അച്ഛൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് ഇച്ചിരി കളർ കൂടിയോ എന്നൊരു ഡൗട്ട്, ഇച്ചിരി കളർ കുറച്ചെടുക്കാമായിരുന്നു. ആൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയൊരു കുറ്റം പറയണ്ടേ എന്ന് വിചാരിച്ച അച്ഛൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട അച്ഛൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കേട്ടോ. ദേവയ്ക്ക് ഈ അച്ഛൻ ഈ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോഴത്തേക്കും അപ്പാപ്പനൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അപ്പാപ്പൻ എടുക്കപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ് അവളെ എടുത്തു. അച്ഛന് ഇഷ്ടമൊക്കെ ആയി കേട്ടോ. അച്ഛൻ്റെ മുഖത്ത് നല്ല ചിരിയുണ്ട്. അച്ഛന് ഇഷ്ടമായ ഡ്രസ്സ്. പിന്നെ അമ്മയുടെ ഡ്രസ്സ് കാണിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കാണിച്ചില്ല കേട്ടോ. പിന്നെ നമുക്ക് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ വീഡിയോ ആണ്. രാവിലെയാണ് അത്ത വിടുന്നത്, അത് വേറെ കാര്യം. അപ്പം നമ്മൾ പൂവൊക്കെ മേടിച്ചു. 100 രൂപയ്ക്ക് മേടിച്ചതാണ്. കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് മേടിച്ച പൂവാണെങ്കിൽ പൂ മേടിച്ചില്ല, 200 രൂപയാണെന്ന് പറഞ്ഞു. കുറച്ച് പൂ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മേടിച്ചില്ല. ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചപ്പോൾ 100 രൂപയ്ക്ക് ഇത്രയും പൂ കിട്ടി. എന്നാൽ പിന്നെ ഇത് വെച്ച് നമുക്ക് അത്ത വിടാമെന്ന് വിചാരിച്ചു. ഞാനൊരു അത്ത വിട്ടു. ഇങ്ങനെയൊക്കെ ഒരു അത്ത ഉണ്ടാക്കി എടുത്തു. അപ്പോൾ അത് ഇവിടെ ഒരാൾ നോക്കി നിൽപ്പുണ്ട്, എന്താ അമ്മ ചെയ്യുന്നതെന്നും പറഞ്ഞ്. ആൾ കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. തിരുവോണത്തിൻ്റെ അന്നേ ദേവയാണെങ്കിൽ അടുത്ത ആൾ ഒരുങ്ങി നിൽപ്പുണ്ട്. അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയി. നമ്മൾ സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു. ദേ ആ ആളാണെങ്കിൽ അവിടെ ഇരിക്കുവാണ്. ആ ആൾക്ക് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സദ്യ കൊടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ സദ്യ കഴിച്ചു. അപ്പം നമ്മുടെ ഓണ വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.